ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 68 മുതൽ 80 വരെയുള്ള വാക്യങ്ങളിൽ ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് അനുഗ്രഹിക്കപ്പെട്ടവൻ അവൻ തൻ്റെ ജനത്തെ സന്ദർശിച്ച് ഉദ്ധാരണം ചെയ്യുകയും ആദ്യം മുതൽ തൻ്റെ വിശുദ്ധ പ്രവാചകന്മാർ മുഖാന്തരം അരുളി ചെയ്തതുപോലെ നമ്മളുടെ ശത്രുക്കളുടെ വശത്തു നിന്നും നമ്മെ പയിക്കുന്ന ഏവരുടെയും കയ്യിൽ നിന്ന് നമ്മെ രക്ഷിപ്പാൻ തൻ്റെ ദാസനായ ദാവീദിൻ്റെ ഗൃഹത്തിൽ നമുക്ക് രക്ഷയുടെ കൊമ്പ് ഉയർത്തുകയും ചെയ്തിരിക്കുന്നത് നമ്മുടെ പിതാക്കന്മാരോട് കരുണ പ്രവർത്തിക്കേണ്ടതിനും നമ്മുടെ ശത്രുക്കളുടെ കയ്യിൽ നിന്ന് നമ്മെ രക്ഷിക്കപ്പെട്ട് നാം ആയുഷ്കാലമൊക്കെയും ഭയം കൂടാതെ തിരുമുമ്പിൽ വിശുദ്ധിയിലും നീതിയിലും തന്നെ ആരാധിപ്പാൻ നമുക്ക് കൃപ നൽകുമെന്ന് അവൻ നമ്മുടെ പിതാവായ അബ്രഹാമിനോട് സത്യവും തൻ്റെ വിശുദ്ധ നിയമവും ഓർത്തതുകൊണ്ടും ആകുന്നു. നീയോ പൈതലേ, അത്യുന്നതൻ്റെ പ്രവാചകനെന്ന് വിളിക്കപ്പെടും. കർത്താവിൻ്റെ വഴിയൊരുക്കുവാനും നമ്മുടെ ദൈവത്തിൻ്റെ ആർദ്രകരുണയാൽ അവൻ്റെ ജനത്തിന് പാപമോചനത്തിൽ രക്ഷാപരിചാരം കൊടുപ്പാനുമായി നീ അവന് മുമ്പായി നടക്കും. ഇരുളിലും മരണനിഴലിലും ഇരിക്കുന്നവർക്ക് പ്രകാശിച്ച് നമ്മുടെ കാലുകളെ സമാധാന മാർഗത്തിൽ നടത്തേണ്ടതിന് ആ ആർദ്രകരുണയാൽ ഉയരത്തിൽ നിന്ന് ഉദയം നമ്മെ സന്ദർശിച്ചിരിക്കുന്നു. പൈതൽ വളർന്നു, ആത്മാവിൽ ബലപ്പെട്ടു. അവൻ ഇസ്രായേലിന് തന്നെത്താൻ കാണിക്കുന്ന ആൾ വരെ മരുഭൂമിയിൽ ആയിരുന്നു. യോഹന്നാൻ സ്നാപകനെപ്പറ്റി പറയുന്ന ഈ വലിയ പ്രോമിസ്, വലിയ സഖരിയ പ്രവാചകൻ്റെ വാക്കുകളാണിത്. തനിക്ക് ലഭിച്ചതായിട്ടുള്ള വലിയൊരു അനുഗ്രഹം, തൻ്റെ പൗരോഹിത്യ ശുശ്രൂഷയിൽ തനിക്ക് ലഭിച്ച വലിയൊരു അനുഗ്രഹമല്ലേ അത്. അത്ഭുതകരമായി മാത്രമല്ല, യേശു കർത്താവിൻ്റെ വരവിന് മുമ്പായി പ്രസംഗിച്ച സുവിശേഷകൻ അപ്രകാരം മരുഭൂമിയിലെ ശബ്ദമായി മാറുവാൻ എനിക്ക് നിങ്ങൾക്കും സാധിക്കണം. ആ മരുഭൂമിയിലെ ശബ്ദത്തിന് വലിയൊരു പ്രത്യേകതയുണ്ട്. ഞാൻ ഏറ്റവും റോൾ മോഡലാക്കാൻ ശ്രമിക്കുന്ന യേശു കർത്താവാണ് റോൾ മോഡൽ. എന്നാൽ അതോടൊപ്പം തന്നെ യേശു കർത്താവിനെ മരുഭൂമിയിൽ വിളിച്ചു പറഞ്ഞ ഒരു ശബ്ദം പോലെ ആയിത്തീരണമേ. യോഹന്നാൻ സ്നാപകനെ പോലെ അവനോ വളരണം ഞാനോ കുറയണമെന്ന മനോഭാവത്തിൽ, മറ്റുള്ളവർ തങ്ങളെക്കാൾ വലുതാണെന്നുള്ള ഭാവത്തിൽ നിൽക്കുവാനുള്ള ആ വലിയൊരു മനോഭാവം തരണമേ എന്ന് എപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട്. അവൻ വളരണം, ഞാൻ കുറയണം. അതിനായി നമ്മളെ തന്നെ സഖറിയാവിനെ പോലെ ദൈവത്തിൻ്റെ സന്നിധിയിൽ അനുഗ്രഹങ്ങൾ ലഭിക്കുമ്പോൾ ദൈവത്തിന് നന്ദി കരയേറ്റി ജീവിക്കുവാൻ, അനുഗ്രഹങ്ങൾ ജീവിച്ച് ദൈവത്തെ മറന്ന് ജീവിക്കാനല്ല, അനുഗ്രഹങ്ങൾ ലഭിക്കും നമ്മൾ ദൈവത്തെ അനുകൂലമായി ജീവിക്കുവാൻ, പിന്നെ സ്വസ്ഥതയായി ജീവിക്കാനല്ല, ഏതനുഭവത്തിലും കർത്താവിന് വേണ്ടി പോരാടുവാൻ ഉള്ള കൃപ ഈ വചനം കാണുന്ന കേൾക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ലഭിക്കട്ടെ. കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം. കർത്താവേ, പരിശുദ്ധ പിതാവേ, ഈ വചനത്താൽ നിൻ്റെ മക്കൾ ശക്തി പ്രാപിക്കട്ടെ. വിശുദ്ധ സഖറിയാവിനെ പുരോഹിതനെ പോലെയുള്ള ശക്തി കൃപ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബങ്ങളിലെ പ്രകാരമുള്ള അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ. കർത്താവെ, മരുഭൂമിയിലെ ശബ്ദമാക്കി മാറ്റുവാൻ ഞങ്ങളെ സഹായിച്ചാട്ട്. കർത്താവെ, കുഞ്ഞുങ്ങളെ ചൊല്ലി ഭാരപ്പെടുന്ന വ്യക്തി ജീവിതങ്ങളുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ ഈ വചനത്താൽ കർത്താവ് അത്ഭുതം പ്രവർത്തിച്ച് മക്കൾക്കും കൊച്ചുമക്കൾക്കും, കർത്താവെ, ചെറുമക്കൾക്കും ഗ്രാൻഡ് ചിൽഡ്രനും അപ്രകാരമുള്ള ഒരു അനുഭവം ലഭിക്കുവാൻ ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും കൃപ നൽകിക്കാട്ടെ. യേശുവെ നന്ദി, യേശുവെ സ്തോത്രം, യേശുവെ ആരാധന, യേശുവെ മഹത്വം. യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ, ആമീൻ. ഗോഡ് ബ്ലസ് യു.